40 വർഷം മുമ്പത്തെ ഇരട്ട കൊലപാതകത്തിൽ കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. കണ്ണൂർ സ്വദേശി മോഹനാണ് മരിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതക വിവരണങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് പ്രതി മുഹമ്മദ് തന്നെ സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തുകയായിരുന്നു. 4 പതിറ്റാണ്ടുകാലം രഹസ്യമായി സൂക്ഷിച്ച കൊലപാതക വിവരങ്ങൾ പ്രതി തന്നെ സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തിയ സംഭവത്തിലാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെ പോലീസ് തിരിച്ചറിഞ്ഞത്. 1986 കൂടരഞ്ഞിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് കണ്ണൂർ ഇരിട്ടി വെളിമാനം സ്വദേശിയായ മോഹനനാണെന്നാണ് തിരുവമ്പാടി പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. വർഷങ്ങൾക്ക് മുമ്പ് താൻ 2 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രതി മുഹമ്മദ് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പറയുന്നതും ഇവിടെ കീഴടങ്ങുന്നതും. ഇതേ തുടർന്ന് കുറ്റകൃത്യം നടന്നുവെന്ന് പറയുന്ന തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പ്രതിയുടെ മൊഴിപ്രകാരം 1986 കൂടരഞ്ഞിയിൽ വെച്ച് ഇര തനിക്കെതിരെ ലൈംഗികാതിക്രമണത്തിന് മുതിർന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതിരോധിക്കുന്നതിനിടയിൽ ഇയാളെ വെള്ളത്തിലേക്ക് തള്ളിവിടുകയും തുടർന്ന് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി മരണം ഉറപ്പാക്കുകയുമായിരുന്നു. കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം മുഹമ്മദിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് 80കളുടെ മധ്യത്തിൽ മലബാർ മേഖലയിൽ നിന്ന് കാണാതായ ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് മരിച്ചത് കണ്ണൂർ ഇരിട്ടി വെളിമാനം സ്വദേശിയായ മോഹനാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ഇയാളെക്കുറിച്ച് വർഷങ്ങളായി ബന്ധുക്കൾക്ക് യാതൊരു വിവരവും ഇല്ലായിരുന്നു. പ്രതിയുടെ വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ അവിശ്വസനീയമായി തോന്നിയെങ്കിലും കൃത്യമായ അന്വേഷണത്തിൽ കാണാതായ ആളും പ്രതി പറഞ്ഞ സ്ഥലവുമെല്ലാം കൃത്യമായ ബന്ധം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. കേസിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മുഹമ്മദ് കൊലപ്പെടുത്തിയെന്ന് പറയുന്ന രണ്ടാമത്തെ ആൾ ആരാണെന്നതിനെക്കുറിച്ചും രണ്ടാമത്തെ കൊലപാതകം എവിടെയാണ് നടന്നത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 40 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ സ്വയം കുറ്റസമ്മതം നടത്തി ക്രൈം ഹിസ്റ്ററിയിൽ ഇടം പിടിച്ച ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.